സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോസിൽ കയറിയിട്ടുണ്ട്. ബയോസിൽ കയറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ബൂട്ട് ഓപ്ഷൻ 1 ബൂട്ട് പ്രയോറിറ്റി നോക്കുക. അപ്പോൾ നമ്മളത് ക്ലിയറാണ്. നമുക്കിതിൽ ഒരു ഓപ്ഷനും കൂടെ സെറ്റ് ചെയ്യണം. USB മാസ് സ്റ്റോറേജ് ഡ്രൈവ് സപ്പോർട്ട് ഇതൊക്കെ ഓണാണ്. USB കോൺഫിഗറേഷൻ എല്ലാം എനേബിൾ ആണ്. കാരണം നമ്മൾ USB എന്നാണ് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് എക്സിറ്റിൽ പോവുക. അതിൽ നിന്ന് ബൂട്ട് ഓവർ റൈഡ് ഇപ്പം DVD ആണ് കിടക്കുന്നത്. അത് കുഴപ്പമില്ല, കൺസിസ്റ്റൻ്റ്. ഇപ്പോൾ ഹാർഡ് ഡ്രൈവ് ഫ്രഷ് ആയിട്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എടുത്തോളും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ സേവ് ചേഞ്ച് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്കിതിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ലോഡിങ്. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ലാംഗ്വേജ്. ടൈം ആൻഡ് ഫോർമാറ്റ്. നമുക്കിതിൻ്റെ കീബോർഡ് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. താഴത്തെ ബട്ടൺ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻപുട്ട് മെത്തേഡും ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ഇങ്ങനൊരു ഇതായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡക്റ്റ് കീ കൊടുത്തിട്ട് നമുക്ക് ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളിതിൽ വിൻഡോസ് 10 പ്രോ ആണ് ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അഡ്വാൻസ് ഡാറ്റ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം 512 ആണെങ്കിൽ നമുക്ക് 476.9 ആണ് യൂസബിളായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ന്യൂ കൊടുത്തിട്ട് നമുക്ക് ആദ്യം വിൻഡോസിന് വലുതായിട്ട് വേണ്ട. അപ്പോഴത്തേക്ക് നമുക്കൊരു നിയർലി 100 GB 120 GB മതിയാവും. അപ്പോൾ നമുക്കതനുസരിച്ച് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ എടുക്കുക. രണ്ട് മിനിറ്റിൽ അത് റെഡിയായി വരും. നമുക്ക് പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അഡീഷണൽ നമ്മുടെ സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവുന്ന അഡീഷണൽ പാർട്ടീഷൻസാണ്. നോക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ 116.8 120 നമ്മൾ കൊടുത്തതിൽ ബാക്കി പാർട്ടീഷൻസ് പോയിട്ട് നമുക്ക് കിട്ടിയതാണിത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ബാക്കി ഇങ്ങനെ കിടക്കട്ടെ, നമുക്ക് പിന്നെ അത് പാർട്ടീഷൻ അറേഞ്ച് ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. നമുക്കിപ്പം പ്രൈമറിയിലോട്ട് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് SSD ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പെട്ടെന്ന് തന്നെ കയറും. USB എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ USB യുടെ പെർഫോമൻസും
മാറ്റർ ചെയ്യും, കയറുന്നുണ്ട്. അത്ര ഡിലേ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ടൈം നോർമലി എടുക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്, വളരെ പെട്ടെന്ന് അത്യാവശ്യം സ്പീഡിൽ തന്നെ ആവുന്നുണ്ട്. SSD ആണ്ട് വലിയ ലാഗ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു 5 സ്റ്റെപ്പും കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമുക്കുള്ളതിൽ കുറച്ച് ടൈം എടുക്കുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ്. പക്ഷേ ഇത് SSD ആയതുകൊണ്ട് നമുക്ക് അത്ര ടൈം എടുക്കുന്നില്ല, പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് സിസ്റ്റം റീസ്റ്റാർട്ടാവും. ഒരു 2 സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് റീസ്റ്റാർട്ടാവും, ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടായി വന്നോളും. അങ്ങനെ റീസ്റ്റാർട്ടായി വരുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഇതിൻ്റെ പെൻ ഡ്രൈവ് ഊരി കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പർ ബൂട്ട് തന്നെ ചെയ്യണം, അല്ലാണ്ട് ചെയ്യരുത്. അതായത് ഇപ്പം ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഫോർമാറ്റ് ചെയ്യുന്ന ടൈമിൽ ചിലവർ അല്ലാണ്ട് ചെയ്യും, അങ്ങനെ ചെയ്യരുത്. അപ്പം നമ്മൾ തേർഡ് ഓപ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ നമുക്ക് തേർഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് റീസ്റ്റാർട്ട് വരും. അപ്പോൾ ആ റീസ്റ്റാർട്ട് വരുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ പെൻ ഡ്രൈവ്, നമ്മൾ കൊടുത്തിരിക്കുന്ന പെൻ ഡ്രൈവ് ത്രൂ ആണ്, പെൻ ഡ്രൈവ് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ ബാക്കി ഫർദർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കോളും. ഇതിനകത്ത് കിടക്കുന്ന അതിൽ നിന്ന് തന്നെയാണ് ബാക്കി ഫയൽസ് എക്സ്പാൻഡ് ആവുന്നതും ബാക്കി ആക്ടിവിറ്റീസ് നടക്കുന്നതും. പിന്നെ നമുക്ക് പെൻ ഡ്രൈവിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു റീസ്റ്റാർട്ടിൽ നമ്മൾ പെൻ ഡ്രൈവ് ഇളക്കുവാണ്. പെൻ ഡ്രൈവ് നമ്മൾ എജക്റ്റ് ചെയ്തു, ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടായി വന്നോളും. ഇനി നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കിടക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് തന്നെ എല്ലാം ആയിക്കോളും. ലോഡാവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നമുക്കിവിടെ കിട്ടും. ബാക്കി പ്രോസസ്സ് ഇവിടെ നമുക്ക് കുറച്ച് പ്രോസസ്സ് ഈ ഒരു സ്ക്രീനിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷം മറ്റേ സ്ക്രീനിലോട്ട് തിരിച്ചു പോകും. റീസ്റ്റാർട്ട് ആവുകയാണ് അടുത്ത പ്രോസസ്സിന് വേണ്ടി. SSD ആയതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല, ഭയങ്കര സൈലൻ്റായി. SSD ആയതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട് കുറച്ചും കൂടെ. നോർമലി നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഒരു ടൈം എടുക്കും, ആ ടൈമാണ് ഇത് എടുക്കുന്നത്. സ്ക്രീനിലോട്ട് പോയിട്ടുണ്ട് റീസ്റ്റാർട്ടിന് ശേഷം. വിൻഡോസ് 10 ആണ്, അതുകൊണ്ട് തന്നെ കോർട്ടാന എടുക്കും. The little microphone icon towards the bottom of your screen. If you need an assistive screen reader, press the Windows, Control, and Enter keys at the same time to turn on narrator. Okay, enough intro. Let's dig in. നമ്മൾ കോർട്ടാന ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എസ് കൊടുക്കുക. നമുക്കിത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് ഇവിടെ നിന്ന് നമുക്ക് കുറയ്ക്കാം. നമുക്ക് കീബോർഡ് ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്താൽ മതി. തേർഡ് ഓപ്ഷൻ ഇംഗ്ലീഷ് ഇന്ത്യ ഉണ്ട്. ഇപ്പോൾ കീബോർഡ് ആയിട്ടുണ്ട്.
സെക്കൻഡ് കീബോർഡ് ഇപ്പോൾ സ്കിപ്പ് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് വേണ്ട, നെറ്റ്വർക്ക് വേണ്ട തൽക്കാലം. നമുക്കിപ്പം കണക്ട് ചെയ്യാണ്ട് സ്കിപ്പ് ഫോർ നോഡ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അത് കൊടുക്കുക. ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്ട് ഇപ്പം നോ കൊടുത്താൽ മതി. ഒന്നും കൂടി റീസ്റ്റാർട്ട് ആവും ബാക്കി പ്രോസസ്സിന് വേണ്ടിയിട്ട്. നല്ല സ്പീഡുണ്ട് സിസ്റ്റം. കണക്ട് കൊടുക്കണ്ട, സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൊടുക്കുക. ഇപ്പം നമുക്ക് തൽക്കാലം പുള്ളി ഇപ്പം എന്ത് പേരിടണമെന്ന് അറിയത്തില്ല. വിൻഡോസ് തന്നെ നമ്മൾ കൊടുത്തിട്ട്, ഞാൻ നോർമലി എൻ്റെ എല്ലാം ചെയ്യുന്ന വിൻഡോസ് തന്നെയാണ് കൊടുക്കാറ്. വിൻഡോസ് തന്നെ കൊടുത്തിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോസിന് കൊടുത്തു നെക്സ്റ്റ് അടിക്കുക. പാസ്വേഡ് വേണ്ട തൽക്കാലം, അപ്പം നെക്സ്റ്റ് കൊടുത്താൽ മതി. പാസ്വേഡൊക്കെ പിന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം. ഇത് കൊർട്ടാനയാണ്, വേണമെങ്കിൽ നമുക്ക് ഡിക്ലൈൻ കൊടുക്കാം. തൽക്കാലം നമ്മൾ ഡിക്ലൈൻ കൊടുത്ത് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആക്ടിവിറ്റി ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നതാണ് അത് മൈക്രോസോഫ്റ്റ് ലേണിങ്ങിന് വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മൾ തൽക്കാലം നോർത്തേക്ക് പോവാണ്. പിന്നെ പ്രൈവസി സെറ്റിങ്സാണ്. തൽക്കാലം നമ്മൾ ഡിഫോൾട്ട് എല്ലാം ഓണാണ്. അപ്പം അതങ്ങനെ നമ്മൾ കൊടുത്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിനകത്ത് വരുന്നതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വിൻഡോസ് 10 ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വിൻഡോസ് 10 Pro ആണ്. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജ് ഓഫ് ഇൻസ്റ്റാളേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സെയിം ഒരു പാറ്റേൺ നമുക്ക് വിൻഡോസ് 8 കാണാൻ പറ്റും, ഈ ഒരു സ്ക്രീന്. ഇപ്പോൾ 11 അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്, കാരണം ഞാൻ 11 എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, 10 ഉള്ളൂ. അങ്ങനെ നമ്മളെ വിൻഡോസ് ഫൈനലി കയറിയിട്ടുണ്ട്.